അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നെഗറ്റീവായിട്ടുള്ള ആളുകളെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെന്നാണ്. ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നത് വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. ചില മനുഷ്യരാണ്. ജീവിതത്തിൽ നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നവർ. അജ്ഞാനികളും വിഷമുള്ളവരുമായ ചിലർ നമ്മളോട് സംസാരിക്കുന്നത് സത്യം അന്വേഷിക്കാനല്ല, പക്ഷേ നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളെ പ്രതികരിക്കാൻ അവർ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രതികരിക്കണമെന്ന് അവർ ശക്തമായി ആഗ്രഹിക്കും. കാരണം നമ്മൾ പ്രതികരിച്ചാൽ പിന്നെ അതിനെതിരെ നമ്മളെ കുറ്റപ്പെടുത്താൻ അവർക്ക് സാധിക്കും. ഖുർആനിൽ ഇത്തരം ആളുകളെ ജാഹിലുകൾ, അജ്ഞാനികൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവരോട് എല്ലായ്പ്പോഴും സംസാരിക്കണം, മനസ്സിലാക്കണം, സഹിക്കണം എന്നല്ല. അവിടെ വിശദീകരണത്തിന് അർഹതയൊന്നുമില്ല. നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ടാൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ സഹിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്തെങ്കിലും മെൻ്റൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം, അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. കാരണം നമ്മൾ മനുഷ്യരെ സഹായിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ്. പക്ഷേ ഒരു ബന്ധം നിങ്ങളെ മാനസികമായി തകർക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ, ഉറക്കം നഷ്ടമാക്കുന്നുണ്ടെങ്കിൽ, ജീവിതം തന്നെ ഭാരമാക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ നിന്ന് അകലുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഫിസിക്കൽ ഡിസ്റ്റൻസ് പലപ്പോഴും പോസിബിൾ അല്ല എങ്കിൽ നമ്മൾ മെൻ്റലി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. കാരണം ഒരു സത്യമുണ്ട്, തുടർച്ചയായി വേദനിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾക്ക് സുഖപ്പെടാൻ കഴിയില്ല. സുഖപ്പെടണമെങ്കിൽ ചില ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടി വരും. ചിലപ്പോൾ അത് സുഹൃത്തായിരിക്കും, ബന്ധുവായിരിക്കും, ചിലപ്പോൾ സ്വന്തം കുടുംബാംഗവുമായിരിക്കും. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ ചിലപ്പോൾ അതായിരിക്കും ശരി. അല്ലാഹു താല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നീ ക്ഷമിക്കൂ, നന്മയിലേക്ക് വിളിക്കൂ, അജ്ഞാനികളിൽ നിന്ന് തിരിഞ്ഞു നിൽക്കൂ. ഇത് അവരെ വെറുക്കണമെന്നല്ല, പക്ഷേ അവരുടെ നിഷേധാത്മകതയെ നിങ്ങളുടെ മനസ്സിൽ പ്രവേശിപ്പിക്കരുത് എന്നാണ്. വാക്കുകൾ ആളുകളെ വളരെ ആഴത്തിൽ വേദനിപ്പിക്കും. പക്ഷേ വിശ്വാസി പഠിക്കുന്നത് ഇതാണ്, എല്ലാ വാക്കുകളും വിലയുള്ളതല്ല, ചിലത് ഉപേക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവർ അവരുടെ നിലവാരമാണ് കാണിക്കുന്നത്, നിങ്ങളുടേതല്ല. അതുകൊണ്ട് വിഷമുള്ള ബന്ധങ്ങളെ കുറയ്ക്കുക. അതിൽ നമ്മൾ കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. സ്വയം സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. വിഷമഘട്ടങ്ങളിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക, ആ ഒരു അധ്യായം മറിക്കുക. ക്ഷമിക്കുക എന്നതും വിട്ടുകൊടുക്കുക എന്നുള്ളതും എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അധ്യായം മറിക്കുക എന്നുള്ളത് വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്ത് മാറ്റുക. അതായത് പിന്നെ ഒരു അവസരത്തിൽ നമ്മൾ ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഇവരും തമ്മിൽ സ്നേഹത്തിലാകുന്ന ഒരു ഘട്ടം ഉണ്ടായി എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നീ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്, എനിക്കിപ്പോഴും അതിൻ്റെ വേദനയുണ്ട് എന്നിങ്ങനെ പഴയ മുറിവുകൾ വീണ്ടും തുറക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ഷമ എന്നത് മറവിയല്ല, ക്ഷമ എന്നത് മുന്നോട്ട് പോകാനുള്ള ധൈര്യമാണ്. ഇന്ന് ചില മനഃശാസ്ത്ര പ്രവണതകൾ നമ്മെ നമ്മുടെ വികാരങ്ങളെ ദൈവമാക്കാൻ പഠിപ്പിക്കുന്നു. ഖുർആൻ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തങ്ങളുടെ വികാരങ്ങളെ ദൈവമാക്കിയവരെ കണ്ടോ എന്ന് ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. അവർക്ക് വിദ്യാഭ്യാസമുണ്ടാവും, പദവിയുണ്ടാവും, പക്ഷേ അവർ വികാരങ്ങൾക്ക് അടിമകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് പലതരം ലേബലുകളും നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് നാർസിസിസ്റ്റ്, അബ്യൂസർ, ടോക്സിക് പേഴ്സണാലിറ്റി തുടങ്ങിയ ലേബലുകൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ആളുകളെ ലേബൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ഹൃദയത്തെ വിധിക്കുകയാണ്. ഇസ്ലാമിൽ മറ്റൊരാളുടെ ഹൃദയത്തെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. മൂസാ നബിക്ക് പോലും ഫിറൗനിന്റെ ഹൃദയം പൂർണ്ണമായും അടഞ്ഞതാണോ എന്ന് അറിയാൻ അള്ളാഹു അനുവദിച്ചിരുന്നില്ല. സൗമ്യമായി സംസാരിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം. വേദന വന്നാൽ അള്ളാഹുവിലേക്ക് മടങ്ങുക, വികാരങ്ങളെ ദൈവമാക്കരുത്. ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവന്റെ ഹൃദയം അള്ളാഹു തന്നെ നയിക്കും. അതേസമയം നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം, ഞാൻ ആരുടെയെങ്കിലും ജീവിതം ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? ഞാൻ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ എന്ന്. ഖുർആനിൽ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരു കാലത്ത് നിങ്ങൾ ദുർബലരായിരുന്നു, ഭയപ്പെട്ടിരുന്നു, ശത്രുക്കൾ നിങ്ങളെ കീഴടക്കുമോ എന്ന് പേടിച്ചിരുന്നു. അപ്പോൾ അള്ളാഹു നിങ്ങളെ സംരക്ഷിച്ചു, സഹായിച്ചു, പോഷണം നൽകി. എന്തിനാണ്? നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. ഭയം വരുമ്പോൾ നമ്മൾ വിശ്വാസം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്, അല്ലാതെ വിശ്വാസം ഉപേക്ഷിക്കുകയല്ല. അള്ളാഹു ആ ഭയത്തെ സമാധാനമാക്കി നമുക്ക് മാറ്റിത്തരും. പക്ഷേ സമാധാനം വരുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ മറക്കുകയും ചെയ്യരുത്. പ്രശ്നകാലത്ത് ദുആ ചെയ്യുന്നവരായി മാറി പിന്നീട്
നല്ല കാലം വരുന്ന സമയത്ത് അതിൽ നിന്ന് അകന്നു പോകുന്നവരായി നമ്മൾ ഒരിക്കലും മാറരുത്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ശക്തമായാൽ കാഴ്ച വ്യക്തമാകും. ആ ബന്ധം ദുർബലമായാൽ പ്രകാശം മുന്നിലുണ്ടായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് അടുക്കുക, ഖുർആനോട് ബന്ധം വളർത്തുക. നിങ്ങളുടെ മൂല്യം ദിവസേന ഉയർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ, നമ്മളുടെ മനസ്സുകൾക്ക് സമാധാനം നൽകട്ടെ, നമ്മുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും സുഖപ്പെടുത്തട്ടെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർക്കാത്തു.